സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി തസ്തികാ നിർണയത്തിൽ ആശങ്കയോടെ അധ്യാപകരും ഉദ്യോഗാർത്ഥികളും. നടപടികൾ പൂർത്തിയായാൽ ഒട്ടേറെ അധ്യാപക തസ്തികകളാണ് ഇല്ലാതാവുക. ഗവൺമെന്റ് എയ്ഡഡ് മേഖലകളിൽ അധ്യാപക തസ്തിക നിർണയവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു ക്ലാസ്സിൽ 25 കുട്ടികൾ വേണമെന്നാണ് നിബന്ധന. ബാച്ച് അനുസരിച്ച് ആഴ്ചയിൽ കുറഞ്ഞത് 7 പീരീഡുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് തസ്തിക അനുവദിക്കുക. കണക്കനുസരിച്ച് ഈ അധ്യയന വർഷം ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങളിൽ കുട്ടികൾ കുറവാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളിലെ അധ്യാപക തസ്തികകൾ പ്രതിസന്ധിയിലാണ്. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സംരക്ഷണം നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. ഒരു ബാച്ചിൽ 50 കുട്ടികൾ മാത്രമേ പാടുള്ളൂ എന്ന നിയമം നിലനിൽക്കെ ഒരു ബാച്ചിൽ 60-65 കുട്ടികളെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഇത് പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം ഗണ്യമായി കുറയുകയും അധ്യാപക തസ്തിക നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു. കേരളത്തിലെ നിലവിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ഹയർ സെക്കൻഡറി അധ്യാപകർക്കും പ്രൊട്ടക്ഷൻ അനുവദിക്കണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. കുട്ടികൾ കൂടുതലുള്ള സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിൽ അധിക തസ്തികാ നിർണയത്തിനും സാധ്യതയുണ്ട്. കുട്ടികൾ കുറഞ്ഞ 129 ബാച്ചുകൾ ഉള്ളതിൽ 100ഉം സർക്കാർ വിദ്യാലയങ്ങളിലാണ്. കഴിഞ്ഞ അധ്യയന വർഷം ജൂനിയർ ഇംഗ്ലീഷ് അധ്യാപക തസ്തിക നിർണയത്തെ തുടർന്ന് 68 പേർക്കാണ് ജോലി നഷ്ടമായത്. വിവാദമായതോടെ സൂപ്പർ ന്യൂമററി തസ്തികയിലാണ് ഇവർ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. സർവീസിലുള്ള അധ്യാപകരുടെയും അധ്യാപക ജോലി തേടുന്ന ഉദ്യോഗാർത്ഥികളുടെയും ആശങ്ക പരിഹരിക്കാൻ സർക്കാർ ഉടൻ ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, കോഴിക്കോട്.